Welcome to Manasi Solutions. Today we are going to discuss about the topic normal operators in linear algebra. We know that if we consider a vector space, an inner product space V, and let T be a linear operator on V, then we know that if the characteristic vectors of T forms a basis for V, then we say T is diagonalizable. And എപ്പോഴാണ് ഒരു ലീനിയർ ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ ആവുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് മുൻപേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ടി ഡയഗണലൈസബിൾ ആണ് ആവുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഏതെങ്കിലും ഒരു ബേസിസ് ഫോം ചെയ്യുമ്പോഴാണ്, ആ വെക്ടർ സ്പേസിന്റെ ബേസിസ് ഫോം ചെയ്യുമ്പോഴാണ്. ആൻഡ് വെൻ വി ക്യാൻ സേ ദാറ്റ് the characteristic vectors form a orthonormal basis. An orthonormal basis for V. എപ്പോഴാണ് അത് പോസിബിൾ ആവുന്നത്? ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർത്തോനോമൽ ബേസിസിൽ ഒരു ലീനിയർ ഓപ്പറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ടിയുടെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നതാണ് ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. സപ്പോസ് V is a finite inner product space and B is equal to alpha 1, alpha 2, etc. Alpha n be a orthonormal basis for V. And T be a linear operator on V such that T of alpha j is equal to Cj alpha j for j is equal to 1, 2, etc. n. Which means that the vectors in this basis is, this orthonormal basis is, are characteristic vectors of T. അപ്പോൾ അത്തരത്തിലുള്ള ലീനിയർ ഓപ്പറേറ്റർ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? its characteristic vectors of T forms a basis, orthonormal basis. അപ്പോൾ what is the matrix representation of T with respect to B? Let it denoted by A, and this is equal to diagonal matrix C1, C2, etc. Cn. Then what will be the matrix of T star with respect to B? This is equal to what? B orthonormal basis ആണ്. So this is equal to A star, and which is equal to C1 conjugate, C2 conjugate, etc. Cn conjugate എന്ന് വരും. And ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വെക്ടർ സ്പേസ് റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെങ്കിൽ നമുക്ക് സ്കേലേഴ്സ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. സോ C1 കോൺജുഗേറ്റ്, C2 കോൺജുഗേറ്റ്, എക്സെട്ര Cn കോൺജുഗേറ്റ് എല്ലാം എന്തായിരിക്കും? C1, C2, എക്സെട്ര Cn ആയിരിക്കും. അപ്പോൾ ആ കേസിൽ ദ മെട്രിക്സ് ഓഫ് ടി സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു ബി എന്താണ് വരുന്നത്? അതായത് എ സ്റ്റാർ എന്താണ് വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു എ. എ എന്തായിരുന്നു? ദ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പൊ എ ഈക്വൽ ടു എ സ്റ്റാർ എന്ന് വന്നു അല്ലേ? ആൻഡ് ദിസ് ഇസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി ടി ഈക്വൽ ടു ടി സ്റ്റാർ. സോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും വിച്ച് സാറ്റിസ്ഫൈസ് ഓൾ ദീസ് കണ്ടീഷൻസും ആണെങ്കിൽ, ആൻഡ് ദീസ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് സാറ്റിസ്ഫൈസ് ഓൾ ദീസ് കണ്ടീഷൻസ് ആണെങ്കിൽ ആ ലീനിയർ ഓപ്പറേറ്റർ എന്തായിരിക്കും? ഫോർ ദാറ്റ് ലീനിയർ ഓപ്പറേറ്റർ ടി ഈക്വൽ ടു ടി സ്റ്റാർ ആയിരിക്കും. ആൻഡ് വി നോ ദാറ്റ് ഇഫ് എ ലീനിയർ ഓപ്പറേറ്റർ is equal to its adjoint, then we call it as self-adjoint linear operator. So, if the characteristic vectors of a linear operator T defined on a real vector space is, it forms a basis for that vector space, not only basis, an orthonormal basis for that vector space, then that linear operator will be self-adjoint. റിയലിന്റെ കേസാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ഇൻ ദ കേസ് ഓഫ് കോംപ്ലക്സ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്? കോംപ്ലക്സ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലാണെങ്കിൽ എ നമ്മൾ എ സ്റ്റാർ എന്താണെന്ന് നോക്കിക്കേ. എ സ്റ്റാർ എന്ന് പറയുന്നത് എന്ത് വരും? C1, C2, എക്സെട്ര Cn ഇൻറ്റു C1 കോൺജുഗേറ്റ്, C2 കോൺജുഗേറ്റ്, എക്സെട്ര Cn കോൺജുഗേറ്റ് എന്ന് വരും. ആൻഡ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? മോഡ് C1 സ്ക്വയർ എക്സെട്ര മോഡ് Cn സ്ക്വയർ വരും. ഓൾ ദീസ് ആർ ഡയഗണൽ മെട്രിസസ്. അപ്പോൾ
ഈ എഴുതിയിരിക്കുന്ന എന്താണ്? ദ മെട്രിക്സ് ഓഫ് ടി സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു ബി ആണല്ലേ. ടി സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു ദ ഓർത്തോനോർമൽ ബേസിസ് ബി. അപ്പൊ അതെന്താണെന്ന് കിട്ടി? ഈ ഒരു മെട്രിക്സ് ആണെന്ന് കിട്ടി. ഇനി തിരിച്ച് എ സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്? ഇത് സെയിം മെട്രിക്സ് ആണ് കിട്ടുന്നത്. അപ്പൊ എ സ്റ്റാർ ഈക്വൽ ടു എ സ്റ്റാർ ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? മെട്രിക്സും അതിന്റെ അഡ്ജോയിന്റും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ എന്തായിരുന്നു? ദ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബിയും എ സ്റ്റാർ എന്ന് പറയുന്നത് ദ മെട്രിക്സ് ഓഫ് ടി സ്റ്റാർ വിത്ത് റെസ്പെക്ട് ടു ബി ആയിരുന്നു. സോ ദിസ് ഇസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി സ്റ്റാർ ഈക്വൽ ടു ടി സ്റ്റാർ ടി. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീനിയർ ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ലീനിയർ ഓപ്പറേറ്റർ എന്താണ്? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് ഇത്തരത്തിലുള്ള ലീനിയർ ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ നോർമൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വി എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും ആൻഡ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി വിച്ച് സാറ്റിസ്ഫൈസ് ടി സ്റ്റാർ is equal to t star t, which means if t commutes with its adjoint, then we say that linear operator is normal. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കോംപ്ലക്സ് ഫൈനൈറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെങ്കിൽ ഇത്തരത്തില് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഓർത്തോനോർമൽ ബേസിസ് ഫോം ചെയ്യുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീനിയർ ഓപ്പറേറ്റർ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ഓക്കെ.